ഇവിടെ 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 ബാമോളെ. സാറേ നാളെ കാലത്ത് 6 മണിക്ക് വരാം. ഒരു കാര്യം ഉണ്ടായിരുന്നു. അതെ, സരസിനോട് പറയണം എന്റെ മോളുടെ സ്കൂട്ടർ അവിടെ ഇരിക്കണം, ഒന്ന് നോക്കിക്കോണം. ഓക്കെ സാർ. ആൽബി, അബി ഉറങ്ങിയോ? ഇവർക്കൊന്നും പഠിക്കാനൊന്നുമില്ലേ? ഓ, ഭയങ്കര ക്ഷീണം, ഒന്ന് കുളിക്കണം. രാവിലെ ഷൂട്ടിംഗ് ഉള്ളതാ. ഞാൻ ഈ വീട്ടിൽ ആരാ? എന്താ നീ? നിനക്കെന്ത് പറ്റി? നിങ്ങൾ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. എന്താ മമ്മ? നിന്നോട് ചോദിച്ചില്ല. പറ, ഞാൻ ആരാ? എന്റെ ഭാര്യ ആനി. എന്താ സംശയമുണ്ടോ? പിന്നെന്താ നിങ്ങൾ എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? നിന്നോട് ഞാൻ എന്ത് മറച്ചു? നിങ്ങളുടെ കാര്യമല്ല, കല്യാണ പ്രായമായ ഇവളെയും കൂടി ഇതിൽ വലിച്ചേക്കേണ്ട വല്ല കാര്യമുണ്ടോന്നാ? ഓ, അതാണോ കാര്യം? അത് നിനക്കെന്നല്ല, ആർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അതായിരുന്നു സാഹചര്യം. ഒക്കെ സമാധാനമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്റെ സ്ഥാനത്ത് അമ്മയാണെങ്കിലും അപ്പ കയറി അഭിനയിച്ചേനെ. ഓ പിന്നെ, ഞാനങ്ങ് നടക്കല്ലേ അഭിനയിക്കാൻ കൊതിയായിട്ട്. എന്റെ ആനി ഒന്ന് അടങ്ങ്, ഒച്ച വെച്ച് വെറുതെ ആൾക്കാരെ അറിയിക്കില്ലേ? ഓ, ആരും അറിയാതിരിക്കല്ലേ? ആ ഷാജി വിളിച്ചു പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. ഓ, അതാണോ കാര്യം? അവന്റെ ശല്യം കൊണ്ട് ഇപ്പഴേ ജീവിക്കാൻ വയ്യാതായി. അവന് കെട്ടേട്ട ഗതികേട് കൂടി വന്നാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവനെന്താടി, സൗന്ദര്യമില്ലേ, കാശില്ലേ, പിന്നെന്താടി ഒരു കുറവ്? കുറവൊന്നുമില്ല, എല്ലാം കൂടുതലാ. പ്രായത്തിലും ഗുണ്ടായസത്തിലും എല്ലാം. നീ എന്താടി പറഞ്ഞത്? ഷാജിക്ക് പ്രായം കൂടിപ്പോയെന്നോ? പിന്നെ ആരെടി നിനക്ക് വേണ്ടത്? ഓ, എന്റെ ആനി കർത്താവിനോത്ത് നീ ഒന്ന് ഒതുങ്ങ്. ഓ, ഞാൻ എന്തെങ്കിലും മിണ്ടിയ ഇവിടുത്തെ ക്രമസമാധാനം പോവല്ലോ. തന്തേ മോളും കൂടെ എന്താ? മോള് പോയി കിടന്നു, നാളെ നേരത്തെ എഴുന്നേക്കണ്ടല്ലേ. ചെല്ല. പപ്പാ, എനിക്ക് പറ്റിയ വേഷമൊന്നുമില്ലേ? ഓ ഉണ്ട്. ഒരാൾ അഭിനയിക്കാൻ ഇറങ്ങിയ പ്രശ്നം കൂടെ തീർന്നിട്ടില്ല. ഇനിയിപ്പോ നീയും കൂടെ അഭിനയിക്കാൻ ഇറങ്ങി തന്നെ കുഴപ്പമുള്ളൂ. പോണ പോയി പഠിക്ക് പോ. ഓ അസൂയ, ഞാൻ അഭിനയിച്ച സ്റ്റാർ ആയാലോ? ആ, ഒരു സ്റ്റാർ. നീ നാളെ സാറിനെ തല്ലി മേടിക്കാൻ നോക്ക്, എന്നിട്ട് സ്റ്റാർ ആവും. സ്റ്റാർ ആവാൻ നടക്കുന്നു. നടന് ചായ കൊടുക്കാൻ കൊണ്ടുവരും, മറ്റുള്ള ചായക്ക് കിടന്ന. വണക്കം. എങ്ക ഊര് സർ? ചേച്ചി മലയാളത്തിൽ പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. മന്ദിച്ചിടുങ്ക സർ. ഓക്കെ ഓക്കെ. അയ്യോ, ஹலோ அம்மா, சொல்லுங்கம்மா. சொல்லடா, சௌக்கியம் தானா? எப்படி இருக்கு புது இடம்? நல்லா இருக்கம்மா, நல்ல அழகான இடம். சாப்பிட்டாச்சா? ஆ. பொம்பளை ஆர்டிஸ்ட் எப்படி இருக்கு? யாரு? ஹீரோனா? அவ நல்ல அழகான பொண்ணு. ஆனா ஒரு பிரச்சனை, அவ பேச மாட்டா. ஷூட்டிங்ல மட்டும்தான் பேசுவா. என்னம்மா போன்லோட 30, 31, 32 என்னது? என்னடா 36? அது இங்க ஏத்தம் போடுற. என்னது ஏத்தமா? யாரு? சரி கண்ணா, நான் அப்புறமா கூப்பிடுறேன். இல்லேனா என்ன திட்டு? 41. டேய் பரதேசி நாயே, பணத்தை சும்மா கொடுத்தேன்னு நினைச்சியா? உங்ககிட்ட பேங்க் வட்டி கூட வாங்கல, அப்ப ஒழுங்கா பணத்தை திருப்பி கொடுக்கல. உங்க வீட்டுல நல்ல விஷயம் நடக்கிறதுக்காக பணத்தை நல்லா சிரிச்சு சிரிச்சு வாங்கிட்டு இப்ப திருப்பி கேட்கும் போது என்ன கசக்குதா? அம்மா மன்னிச்சிடுங்கம்மா, தண்ணி இல்லாம விவசாயம் சரியா நடக்கலாமா? என் பசங்க கூட எனக்கு உதவி பண்ணல. கூடிய சீக்கிரமா உன் பணத்தை திரும்பி தந்துடுறாமா. ஒரு வாரத்துக்குள்ள பணம் வந்தங்கிட்ட சேரலேனா உன் நிலை மட்டும் இல்ல, உன் குடும்பமே இந்த கொடைக்கானல் இருக்காது. புரிஞ்சுதா? சரிம்மா. இவன் கழுத்தை பிடிச்சு வெளியே தள்ளுடா. விட்டுருண்ணா. என்ன மருதுக்கா, என்ன பிரச்சனை? ஒண்ணும் இல்லங்க, வாங்க கோயில் பிரசாதம் வச்சு. வாங்க வாங்க.
അതെ മരപ്പൊട്ടം നിക്കണ്ട്. ഒന്നിറങ്ങിയേ, ദേ കണ്ടില്ലേ പച്ച പുതച്ചുകൊണ്ട് പ്രകൃതി നമുക്ക് പരവതാനി വിരിച്ചിരിക്കുന്നത്. കുറച്ചു നേരം നടന്ന് സംസാരിച്ചാലോ? എനിക്ക് സമയമില്ല, പോവാൻ ധൃതിയുണ്ട്. അന്നെ നമ്മൾ തമ്മിൽ കുറച്ച് നടന്നെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാനിന്ന് നല്ല റൊമാൻറ്റിക് മൂഡിലാ. അതിന് എനിക്കെന്താ? നിന്റെ മനസ്സിൽ വേറെ വല്ല വിചാരം ഉണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. ലുക്ക് മിസ്റ്റർ, എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ കണ്ടുവന്നതും എന്റെ വീട്ടുകാർക്ക് നിങ്ങളെ ബോധിച്ചെന്നും സത്യം. എന്ന് വെച്ച് ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടുവെന്നോ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നോ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? മാറിന്റെ മുമ്പിൽ നിന്ന്. എനിക്കറിയാടി ഈ മാറ്റത്തിന്റെ കാരണം. അങ്ങനെ ഈ നാട്ടിൽ ഒരു വരത്തം വന്ന് വിലസുകയാണെങ്കിൽ അവനെ ഞാൻ കണ്ടോളാം. നമസ്കാരം. ഭരണം ചേച്ചി. നമസ്കാരം ചേച്ചി. ഇന്ന് അടിച്ചു പൊളിച്ചാണല്ലോ വരവ്. അതെ, എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു വരുന്ന വരവാ. ആ, എന്തായാലും പുതിയ പടം പിടിക്കാൻ തുടങ്ങിയപ്പോ നമ്മളെ ഒന്നും മറന്നില്ലല്ലോ. അതെങ്ങനെ മറക്കും? ആ, പിന്നെ സുഖമായിരിക്കുന്നല്ലോ. സുഖം തന്നെ. ചേച്ചി റെഡി ആയിക്കോ, വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. എവിടെയാ മേക്കപ്പ് റൂം? ഇവിടെയാണ്. ആ സരസ, എന്റെ ലഗേജ് വണ്ടിയിലുണ്ട്. ചേച്ചി ഷോ, വന്ന് കേറുന്നതിന് മുമ്പ് ആരായി കഥകിന് മുട്ടുന്നേ? എന്ത് കഷ്ടമായത്. എന്താ ചേച്ചി ഇത് റെഡിയായില്ലേ? ഷോ, ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ. മനുഷ്യന് സമയം തരില്ലേ? പുറത്തെല്ലാരും വെയിറ്റിംഗിലാ. ഞാൻ ഉടനെ വന്നേക്കാം. മോൻ പൊയ്ക്കോ. ശരി ചേച്ചി. നല്ല സംഭവങ്ങളാണ്. അടി നമസ്കാരം സാർ. എന്താ സുമാറാണി എത്താൻ വൈകിയത്? അത് പിന്നെ എനിക്കൊരു കല്യാണത്തിന് പോകണമായിരുന്നു സാർ. ഓക്കെ, നമുക്ക് റിഹേഴ്സൽ നോക്കാം. ഓക്കെ സാർ. എന്നാ ഇവിടെ? അല്ല, എന്റെ വേഷത്തിന്റെ കാര്യം അതല്ല, ഞാൻ ശരിയാക്കി തരാം. വാ, അങ്ങനെ പറഞ്ഞാ മതി. എനിക്ക് വേഷം തന്നാ മതി. അങ്ങോട്ട്. അല്ല, അത് ഞാൻ റെഡിയാന്ന് ഡയറക്ടറോട് പറഞ്ഞാലേ. പണിയായിട്ട് വരും. സാറേ, എന്റെ വേഷത്തിന്റെ കാര്യം എന്തായി? നീ മേക്കപ്പ് ഇട്ടില്ലല്ലോ. മേക്കപ്പ് ഒക്കെ എപ്പോ ഇട്ടതാ? ഇയാളെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ. ഡയറക്ടർ പറഞ്ഞു വിട്ടതാ എസ്ഐയുടെ വേഷം ചെയ്യും. ക്യാഷ് മുടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവോ? ഇല്ല സാർ, അത്താഴപ്പട്ടിന് കാരണം. താൻ എന്താണോ പറഞ്ഞു? സാറേ, ഇയാളെന്തോ പറഞ്ഞല്ലോ സാറേ. അല്ല, സാർ പറയാനുള്ള പറഞ്ഞോ, എന്നിട്ട് ഞാൻ പറഞ്ഞോളാം. ഏത് പോറ്റി? നിങ്ങളുടെ ഉദ്ദേശം എന്നാ? ഇയാൾ ഇത് വന്ന് പറയാൻ ഇയാളാരാ? അല്ല, ഈ പുള്ളി ആരാന്ന് പറ. എനിക്ക് ഒന്നും അറിയണ്ട. എന്റെ പൈസ കേട്ടോ. വെള്ളവും വേണ്ട. നിങ്ങൾ ഈ പൈസയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നേ.